ഹായ്, നമുക്കിന്ന് ഒരു സർക്കിളിൽ എങ്ങനെയാണ് ടാൻജൻറ്റ് വരയ്ക്കുക എന്ന് നോക്കാം. 10 ICSE സിലബസിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ സർക്കിളാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയാണോ പറഞ്ഞിരിക്കുക ആ സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുന്നു, സ്കെയിലിൽ കോമ്പസ് വെച്ച് മെഷർ ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുത്തു. എടുത്തതിന് ശേഷം ഈ കോമ്പസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെയാണ് സെൻറ്റർ. ഓക്കെ, സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തതിന് ശേഷം അത് ഞാൻ O എന്ന് എന്ത് ചെയ്യുന്നു, പേര് കൊടുക്കും. O എന്ന് പേര് കൊടുത്തു. ഈ സെൻറ്ററിൽ നിന്നും നിങ്ങൾക്ക് എവിടെയാണോ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെയാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടതെങ്കിൽ, ഈ പോയിൻറ്റിലാണ് ടാൻജൻറ്റ് വരയ്ക്കേണ്ടതെങ്കിൽ ആ പോയിൻറ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സർക്കിളിൻ്റെ റേഡിയസ് കിട്ടും. ഓക്കെ, ആദ്യം റേഡിയസ് വരയ്ക്കുക. റേഡിയസ് വരച്ചതിന് ശേഷം ഈ പോയിൻറ്റിലാണ് എനിക്ക് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ പോയിൻറ്റിൽ ടാൻജൻറ്റ് വരയ്ക്കാനായിട്ട് കോമ്പസിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ചെറിയൊരളവ്, ഈ റേഡിയസിനേക്കാൾ വളരെ ചെറിയൊരളവ് എടുക്കുക. ഓക്കെ, വളരെ ചെറിയൊരളവ് എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ എവിടെയാണോ ടാൻജൻറ്റ് വരയ്ക്കേണ്ട പോയിൻറ്റ്, ആ പോയിൻറ്റിൽ കോമ്പസ് കുത്തിയിട്ട് ഈ റേഡിയസ് ഉണ്ടല്ലോ, ഈ റേഡിയസിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കണം. ആർക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് എത്രത്തോളം ലെങ്തി വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വരയ്ക്കുക. ഒരുപാട് കൂടണ്ട. ഇത്രയും റേഡിയസിൽ എന്ത് വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക. ആർക്ക് വരച്ചതിന് ശേഷം ആ കോമ്പസിൻ്റെ മെഷർമെൻറ്റ് മാറ്റരുത്. അതേ മെഷർമെൻറ്റ് വെച്ചുകൊണ്ട് തന്നെ ഈ സർക്കിൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ആർക്ക് വരച്ച ആർക്ക് റേഡിയസിൽ വന്ന് മുട്ടിയ പോയിൻ്റ്, ആ പോയിൻറ്റിൽ വെച്ചിട്ട് അതേ റേഡിയസ്, അതേ മെഷർമെൻറ്റ് വെച്ച് തന്നെ ഇവിടെ ഒരു കട്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും കോമ്പസ് എടുത്തിട്ട് വീണ്ടും ഇപ്പോൾ കട്ട് ചെയ്ത പോയിൻറ്റിൽ വീണ്ടും കോമ്പസ് വെച്ച് വീണ്ടും ഒരിക്കൽ കൂടെ കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ 2 പ്രാവശ്യം കട്ട് ചെയ്യാം. വീണ്ടും കോമ്പസിൻ്റെ മെഷർമെൻറ്റ് മാറ്റരുത്. നേരത്തെ എടുത്ത അതേ മെഷർമെൻറ്റ് തന്നെ വെച്ചിട്ട് ആദ്യം കട്ട് ചെയ്ത പോയിൻറ്റിൽ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, മാക്സിമം നീളത്തിൽ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം രണ്ടാമത് കട്ട് ചെയ്ത പോയിൻറ്റിൽ മെഷർമെൻറ്റ് മാറ്റരുത്. അതേ മെഷർമെൻറ്റ് തന്നെ വെച്ച് രണ്ടാമത് കട്ട് ചെയ്ത പോയിൻറ്റിൽ വെച്ചിട്ട് അടുത്ത ആർക്ക് എന്ത് ചെയ്യുക, അവിടെ വരയ്ക്കുക. രണ്ടാമത് കട്ട് ചെയ്ത പോയിൻറ്റ് വെച്ചിട്ട് അടുത്ത ആർക്ക് വരയ്ക്കുക. ആ 2 ആർക്കുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്നൊരു പോയിൻറ്റ് നമുക്ക് കിട്ടും. ആ പോയിൻറ്റും നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കേണ്ട പോയിൻറ്റ് ഇതല്ലേ, ഈ പോയിൻറ്റും തമ്മിൽ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇങ്ങനെ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് ആ പോയിൻറ്റും ടാൻജൻറ്റ് വരയ്ക്കേണ്ട പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടാൻജൻറ്റ് കിട്ടും. ഓക്കെ, വളരെ എളുപ്പമാണ്. ഇങ്ങനെയാണ് ഒരു സർക്കിളിന് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്ത് കാണുക. താങ്ക് യു.